ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ലൊരു ക്രിസ്മസ് സ്പെഷ്യൽ വിഭവമാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ സ്റ്റൂ. ഇത് നമ്മൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് കഴിക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ സ്റ്റൂ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ എല്ലോട് കൂടി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു വലിയ തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 2 കപ്പ് 2/2 പാലും 3/4 കപ്പ് 1/4 പാലുമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഒരു സവാള. നിങ്ങൾ 1 കിലോ എടുക്കുന്നെങ്കിൽ 1ഓ 2ഓ എടുക്കാം. പിന്നെ വേണ്ടത് ഒരു കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 4 പച്ചമുളക് ഇതുപോലെ നടുവേ കീറിയെടുത്തതുമാണ്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ പച്ചമുളക് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുഴുവൻ ഗരം മസാലയും ചേർത്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാനുള്ളതാണ്. ഇതാണ് ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, അതേപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പു, ഒരു തക്കോല, ഇത്രയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആക്കുകയൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിന്റെ കൂടെ നമ്മൾക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലവണ്ണം വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും. ഒരുപാട് ബ്രൗൺ കളർ ആക്കി എടുക്കരുത്. ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പൊ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത് മതിയാവും, ഒരുപാട് ബ്രൗൺ ആക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ ഈ ഒരു പിങ്ക് കളറൊക്കെ മാറി നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ ചിക്കനും പച്ചക്കറികളും ഒക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2/2 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ 2/2 പാലിൽ കിടന്നിട്ടാണ് ഈ ചിക്കനും ഈ പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് വെന്ത് വരേണ്ടത്. 2 കപ്പ് 2/2 പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ പച്ചക്കറികളും ചിക്കനും ഒക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി മൂടി തുറന്ന് നോക്കാം. ചിക്കനും പച്ചക്കറികളും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ഞാൻ മൂടി തുറന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന കാഷ്യൂനട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഗ്രേവിക്കൊക്കെ നല്ല ഒരു തിക്നെസ് വരുള്ളൂ. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന കാഷ്യൂനട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തതാണിത്. ഇത് നമ്മൾക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഗരം മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരല്പം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമ്മളുടെ സ്റ്റൂ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറി ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറിയിലെ നല്ല തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇത് നമ്മൾക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്കൊന്ന് താളിച്ചിടണം. ചൂടായ ഒരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 5-6 കൊച്ചുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയുള്ളി താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്.